Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചാ? കഴിച്ചു. കഴിച്ചില്ല മാം. അതൊക്കെ കഴിക്കാതെ പിന്നെ സമയായില്ല മാം. സമയായില്ലാന്നോ? കുഞ്ഞുണ്ട് മാം, കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. കൊച്ചിനെ ആദ്യം കൊടുത്തിട്ട് കഴിക്കാന്ന് ഓർത്തു അല്ലേ? അതെ മാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണേ. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ഗ്രൂപ്പുകൾ എന്തൊക്കെയാ ടെസ്റ്റുകൾ, പ്രിലിമിനറി ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്ന് പറഞ്ഞേ. ഓ ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? ആന്റിബോഡി പിന്നെ പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഓരോ കമ്പോണൻസിന്റെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ കണ്ടിരുന്നു അല്ലെ? ഫങ്ഷൻസ് കണ്ടിരുന്നില്ലേ? ആർ ബി സിയുടെ ഫങ്ഷൻ എന്തായിരുന്നു? ആർ ബി സിയുടെ ഫങ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. വെരി ഗുഡ്. പിന്നെ ഡബ്ല്യു ബി സിയുടെ ഫങ്ഷൻ എന്തായിരുന്നു? ഇമ്മ്യൂണിറ്റി. പിന്നെ നമ്മൾ പ്ലാസ്മയിലെ കമ്പോണൻസ് ഒക്കെ കണ്ടിരുന്നു അല്ലേ? ഇല്ലേ? അതെ. അപ്പോ നിങ്ങളതെല്ലാം വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇനി ഓൾമിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് അല്ലെ, വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് അല്ലെ, ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ പറഞ്ഞ് അങ്ങനെയായിരുന്നു നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. ഇനി നമുക്കതിന്റെ തുടർന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഒന്നുകൂടെ വായിച്ച് നമുക്ക് പോകാം. വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്, അതായത് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ? അപ്പൊ എന്താണ് നോക്കിയേ, നമ്മള് ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. Typically, blood transfusion is the process in which the blood components are transferred from one person, that means donor, into the bloodstream of another person, that means recipient. അല്ലെ? നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സിൽ പറയുന്നതാണ് എന്താണ് ട്രാൻസ്ഫ്യൂഷൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ്? ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. It comes into as especially as a life-saving process for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. Blood transfusion is considered as a noble cause. അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു കിട്ടിയത് അല്ലെ? തുടർന്ന് നമുക്ക് വായിക്കാം. എന്താണ് പറയുന്നത്? Blood bank services act as the universal point as they collect, test and store all types of blood. എന്താണ് പറയുന്നത്? ബ്ലഡ് ബാങ്കിന്റെ സർവീസസുകൾ അഥവാ ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സാർവത്രികമായിട്ട് കണക്കാക്കപ്പെടുന്നത്? കാര്യം എന്താ? എല്ലാ തരത്തിലുള്ള അല്ലെ, എല്ലാ ടൈപ്പ് ബ്ലഡിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ തരുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിന്റെ സർവീസ് യൂണിവേഴ്സൽ ആയിട്ടാണ് അല്ലെങ്കിൽ സാർവത്രികമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
നോക്കൂ, they watchfully screen test the blood for any signs of infection. എന്താണ് വാച്ച്ഫുള്ളി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? കെയർഫുള്ളി ട്ടാ, ശ്രദ്ധയോടുകൂടി. വാച്ച്ഫുള്ളി മീനിങ് ഇതാണ്, കെയർഫുള്ളി. They watchfully screen test the blood for any signs of infection. അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബ്ലഡിനകത്തുണ്ടോ എന്നുള്ള സ്ക്രീൻ ടെസ്റ്റ് അവര് ചെയ്യുന്നുണ്ട്. Other than screening of infection, they also check the blood type, whether the type A, B, AB or O, and whether it's RH negative or RH positive. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവരിവിടെ പറയുന്നത് അല്ലെ. ഈ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ബ്ലഡിനകത്തുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാനായിട്ട്, ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട്. അത് എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ, അങ്ങനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളും. അതുപോലെ തന്നെ RH ഫാക്ടർ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. RH ഫാക്ടർ, റീസസ് ഫാക്ടർ എന്താണ്? ഒരു ബ്ലഡ് പോസിറ്റീവ് ആണോ അഥവാ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നും, RH ഇല്ല എന്നുണ്ടെങ്കിൽ മിസ് ഒന്നുകൂടെ പറയുമോ? ഇപ്പോഴാ കയറാൻ പറ്റിയെന്ന് അല്ലെ. ഇല്ല മോളെ, നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ട്ടാ, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു കുഞ്ഞു പാരഗ്രാഫ് വരെയാണ് പറഞ്ഞു നിർത്തിയത്, ഫസ്റ്റ് പാരഗ്രാഫ്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ബ്ലഡ് ബാങ്ക് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അവിടെ തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ആ പാരഗ്രാഫിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ബ്ലഡ് ബാങ്കിന്റെ സർവീസസ് എന്ന് പറയുന്നത് സാർവത്രികമായിട്ട് കണക്കാക്കപ്പെടുന്നു. കാര്യം എന്താണ്? അവർ എല്ലാ തരത്തിലുമുള്ള ബ്ലഡിനെ അല്ലെ, ബ്ലഡ് ടൈപ്സിനെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV, സിഫിലിസ് ഒക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകളാണ്, എ ആണോ, ബി ആണോ, AB ആണോ, അതുപോലെ RH പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് is done to find out if a particular unit of blood can be transferred safely into a certain patient. അത് നമ്മൾ പറഞ്ഞിരുന്നു. കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് മസ്റ്റ് ആയിട്ട് നോക്കണം അല്ലെ. മാച്ചിങ് ആണോ, ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്മാച്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രോഗിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് നയിക്കും അല്ലെ. മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങിന്റെ ഒക്കെ നമ്മൾ ടാബുലർ കോഡൊക്കെ വരച്ചിരുന്നു. എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് ഈ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ. അത് നമ്മൾ പഠിക്കണം കേട്ടോ. എന്താണ് പറയുന്നത്? ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, you are the universal donor who can transfer your blood to almost everyone. And if your blood type is AB positive, you act as a universal recipient. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നില്ല. പക്ഷെ അത് ഞാൻ കൂടുതൽ പറയാതിരുന്ന കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മള് ടാബുലർ കോളൊക്കെ വരച്ചും എഴുതലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് പറയാതിരുന്നത്. അപ്പൊ നോക്കൂ, O ഗ്രൂപ്പിനകത്ത് O നെഗറ്റീവ് ഓർത്ത് വെക്കണം കേട്ടോ. O നെഗറ്റീവ് ആണ്. O പോസിറ്റീവിന് പറ്റില്ലേ ജോബി? പറഞ്ഞുതരാട്ടോ ജോബി, എന്താന്നുള്ളത് സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. O ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് O പോസിറ്റീവ് ഉണ്ടല്ലോ, O നെഗറ്റീവ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് O നെഗറ്റീവ് മാത്രമായി അല്ലെ? ചോദിക്കാം, O പോസിറ്റീവ് എന്തുകൊണ്ട് ആയിക്കൂടാ? അപ്പോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു 2 ഫാക്ട്സും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് O പോസിറ്റീവ് ആയില്ല. അപ്പൊ അവിടെ RH ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. RH ഫാക്ടർ പഠിക്കാനൊന്നുമില്ല കേട്ടോ, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അതായത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ഡോണർ എന്നുള്ള വ്യൂ പോയിന്റിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡോണർ ആർക്കൊക്കെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കാം. ഈ RH പോസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, RH പോസിറ്റീവ് അതായത് പോസിറ്റീവ് ഗ്രൂപ്പ് ആണ്.
അവർക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? RH പോസിറ്റീവുകാർക്ക് ആ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേസമയം RH നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. കൊടുക്കുന്ന കേസാണ് കേട്ടാ പറയുന്നത്. റെസിപ്പിയന്റ് അവിടെ നിൽക്കട്ടെ, കൊടുക്കുന്ന കേസാണ് ഞാൻ പറയുന്നത്. RH പോസിറ്റീവുകാർക്ക് പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതേസമയം RH നെഗറ്റീവുകാർക്ക് പോസിറ്റീവുകാർക്കും കൊടുക്കാം, നെഗറ്റീവുകാർക്കും കൊടുക്കാം. മനസ്സിലായല്ലോ? ആ ഒരു കാരണം കൊണ്ടാണ് O നെഗറ്റീവ് അപ്പൊ എന്താണ്? എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പോസിറ്റീവിനും കൊടുക്കാം, നെഗറ്റീവിനും കൊടുക്കാം. അപ്പൊ അങ്ങനെയാണിത് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. O പോസിറ്റീവുകാർക്ക് കൊടുക്കാം, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. RH പോസിറ്റീവുകാർക്ക് പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കേട്ടല്ലോ? ഇനി റെസിപ്പിയന്റ് എന്നുള്ള രീതിയിൽ വരാമെന്ന് വിചാരിക്കാം. മീൻസ് നമ്മള് സ്വീകരിക്കുന്ന കേസ്. അതിൽ എങ്ങനെയാന്ന് വെച്ചാല് അതൊന്നും മാറിപ്പോകരുത് കേട്ടോ. RH പോസിറ്റീവുകാർക്ക് എന്താണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കും. എന്താ ഞാൻ പറഞ്ഞത്? സ്വീകരണത്തിന്റെ കേസാണ് കേട്ടാ പറഞ്ഞത്. RH പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് പോസിറ്റീവിൽ നിന്നും സ്വീകരിക്കാം, അതുപോലെ തന്നെ നെഗറ്റീവിൽ നിന്നും അവർക്ക് സ്വീകരിക്കാം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് AB പോസിറ്റീവ് എന്തായി മാറിയത്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ട് മാറിയത്. അതേസമയം RH നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് ആരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? നെഗറ്റീവിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിലേക്ക് കൂടുതൽ പോവാതിരുന്നത് എല്ലാം കേട്ട് അങ്ങ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇങ്ങനെ ചോദിച്ച കാരണം കൊണ്ട് ഞാനിത് പറഞ്ഞുതരാം. ഇത് പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? O ഗ്രൂപ്പിനകത്ത് O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്, ദിവ്യ എന്താണ് മോനെ? മാം AB ഒന്നുകൂടെ പറയാവുന്ന? AB പറയാലോ. AB യുടെ കേസ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ് അല്ലെ, സാർവത്രിക സ്വീകർത്താവ്. അപ്പൊ നിങ്ങൾക്ക് സംശയമായി, AB പോസിറ്റീവ് ഉണ്ടല്ലോ മിസ്, AB നെഗറ്റീവ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് AB പോസിറ്റീവ് മാത്രമായി എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? RH ഫാക്ടർ വെച്ചിട്ടാണ്. അപ്പൊ റെസിപ്പിയന്റിന്റെ കേസിലോട്ട് വരുമ്പോ, സ്വീകരിക്കുന്ന കേസ് വരുമ്പോ, ഈ RH പോസിറ്റീവുകാർക്ക്, അതായത് നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? പോസിറ്റീവുകാരിൽ നിന്നും സ്വീകരിക്കാം, നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കാം. മനസ്സിലായാലും? രണ്ടു കൂട്ടരിൽ നിന്നും സ്വീകരിക്കാം. അതുകൊണ്ടാണ് AB പോസിറ്റീവ് എന്തായി മാറിയത്? AB പോസിറ്റീവ് മീൻസ് AB RH പോസിറ്റീവ് അല്ലെ. അപ്പൊ അതെന്താണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ട് മാറിയത്. അതേസമയം RH നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അവർക്ക് ആരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? നെഗറ്റീവിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് AB പോസിറ്റീവ് അല്ലെ. AB പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതിനകത്ത് AB പോസിറ്റീവ് ആണ് നമ്മള് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ആ രണ്ട് പോയിന്റ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്, AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. പിന്നെന്താണ്? However, any mismatch between the blood type can prove fatal. That means എന്താണ്? Causing death. So blood test must be done carefully. എന്താ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അല്ലെ, എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ അല്ലെ, ഡോണറും നമ്മുടെ റെസിപ്പിയന്റ്, ദാറ്റ് മീൻസ് പേഷ്യന്റ്, അവര് തമ്മിലുള്ള ബ്ലഡ് കമ്പാറ്റബിലിറ്റി നോക്കണം. എന്തെങ്കിലും മാച്ച് കുറവുണ്ടെങ്കിൽ, മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ, മിസ്മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറയുന്നത്? കോസിംഗ് ഡെത്ത് അല്ലെ, അഗ്ലൂട്ടിനേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരികയും അത് പേഷ്യന്റിനെ മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്താ ഈ മൊത്തത്തിൽ ഈ പാരഗ്രാഫിനകത്ത് എന്താ പറയുന്നത്? നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ചുരുക്കി പറയുന്നു. 3 പാരഗ്രാഫിലായിട്ട് ഒന്ന് ചുരുക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നും ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. എന്താണ് പറയുന്നത്? When is blood transfusion needed? അല്ലേ? When is blood transfusion needed? നമ്മളിപ്പോ ട്രാൻസ്ഫ്യൂഷനെ കുറിച്ച് പലതവണ പറഞ്ഞു. ഇനി നമുക്കറിയണം ഈ ട്രാൻസ്ഫ്യൂഷൻ ഏതൊക്കെ സന്ദർഭങ്ങളിൽ, എപ്പോഴൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് അറിയണ്ടേ നമുക്ക്? അപ്പൊ അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പറയുന്നത്? ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി. സം ഓഫ് ദം ആർ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി. നിങ്ങൾക്കറിയാലോ, ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു സർജറിക്ക് ശേഷമോ അതല്ലെങ്കിൽ എന്താണ് വല്ല ആക്സിഡന്റ് ആയാലും മതി അല്ലെ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ബ്ലഡ് ലോസ് ആയി കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ആവശ്യം വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും അല്ലെ. ബ്ലഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ശരീരത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ലൈഫിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനല്ലേ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്? ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ചില കേസിൽ ഇപ്പൊ സി സെക്ഷൻസ് ഒക്കെ ചെയ്യൂലേ, സിസേറിയൻ ചെയ്യുന്ന സമയത്തും ചിലപ്പോഴൊക്കെ ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കും. അപ്പൊ നമ്മള് പൊതുവെ ഒരു മേജർ സർജറി ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ആക്കി വെക്കും. പേഷ്യന്റിന് ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ആവശ്യമായിട്ട് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി കമ്പാറ്റബിലിറ്റി ഒക്കെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. കണ്ടുപോയെന്നോ? നെക്സ്റ്റ് വരുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? ആ ശരി, തുടർന്ന് വായിക്കാം കേട്ടോ. ശരി, ഞാൻ കറണ്ട് പോയപ്പോഴേ മൊത്തത്തിലൊരു മിന്നലൊക്കെ പോലെ. അടുത്തെന്താ പറയുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. അടുത്തെന്താണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, അതായത് ദഹനനാളത്തിലെ രക്തസ്രാവം കേട്ടോ. ദഹനനാളത്തിലെ രക്തസ്രാവം. ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്ങിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. എന്താണെന്നറിയാമോ? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ് എന്നും പറയാറുണ്ട് കേട്ടോ. എന്താണ്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ് എന്നും പറയാറുണ്ട്. എന്താണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ആമാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ എന്തും പറയാറുണ്ട്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ് എന്നും പറയാറുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇടയ്ക്കിടയ്ക്ക് പവർ ഫെയിലിയർ വരുന്നുണ്ട്, അതാണ് കേട്ടോ ചോദിച്ചേ. അപ്പൊ നോക്കൂ, ദഹനനാളത്തിലെ രക്തസ്രാവം. നമുക്കറിയാം നമ്മുടെ ദഹനം എന്ന് പറഞ്ഞാല് നമ്മുടെ മൗത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വായ തൊട്ട് നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മൗത്ത് തൊട്ട് റെക്ടം വരെയാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ദഹനനാളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തസ്രാവം ഉണ്ടാകാം. അപ്പൊ ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ എമൗണ്ട് ആയിട്ട്, ഇത് വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ വോമിറ്റിങ്ങിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റൂളിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ ബ്ലഡ് നഷ്ടപ്പെട്ട് ഒരു ലോങ് പീരീഡിലേക്ക് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വലിയൊരു ബ്ലഡ് ലോസ് ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ അത്തരം കേസിൽ നമുക്ക് എന്താവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഞാൻ പറയുന്നത് ഇതൊക്കെ സിവിയർ ആയിട്ടുള്ള കേസാണ് കേട്ടോ. തുടക്കത്തിലേക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സിവിയർ ആയി വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ബ്ലഡ് ലോസ് ആവും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ലൈഫ് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും കേട്ടല്ലോ. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലുക്കീമിയ. ലുക്കീമിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണത്? രക്താർബുദം അല്ലെ. അതേപോലെ ബ്ലഡ് ക്യാൻസർ കറക്റ്റ് ആണ് കേട്ടോ. അതായത് ലുക്കീമിയ, അതായത് ബ്ലഡ് ക്യാൻസർ അല്ലെ. നമ്മുടെ ശരീരത്തിൽ WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ വരുന്ന സാഹചര്യമാണ് എന്ത്? ലുക്കീമിയ, രക്താർബുദം. ആ പേര് തന്നെ കേട്ടല്ലോ അറിയാം അല്ലെ. രക്തത്തിന് വരുന്ന ഡിസോർഡർ ആണ്. അപ്പൊ എന്തുണ്ടാവും? അവരുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടാകില്ല. അപ്പൊ എന്ത് വേണ്ടി വരും നമുക്ക് അവിടെ? അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ബ്ലഡിന് ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് അല്ലെ ലുക്കീമിയ. അപ്പൊ അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താവശ്യം വരും? ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്ത പോയിന്റ് നോക്കൂ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. എന്താണ്? ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് അഥവാ അരുണ രക്താണുക്കളുടെ അഭാവം എന്ന് പറഞ്ഞ ആ കണ്ടീഷൻ ഏതാണ്? അനീമിയ അല്ലെ. വിളർച്ചയില്ലേത്? വിളർച്ച വരുന്ന അവസ്ഥ എന്താ? ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണെന്ത്? നമ്മുടെ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അനീമിയ സിവിയർ ആയി കഴിഞ്ഞാൽ എന്ത് ആവശ്യം വരും? RBC ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും
അല്ലെ? നമുക്കറിയാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ബ്ലഡിലുള്ള ഓരോരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി അല്ലെ? അപ്പൊ ഫങ്ഷൻസ് മനസ്സിലാക്കിയപ്പോ ഇതിനൊക്കെ എന്തെങ്കിലും ഡിസോർഡർ വന്നാൽ എന്തുമാത്രം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ? ഇപ്പൊ നമുക്ക് RBCയുടെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ RBC ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കാര്യമായിട്ട് നടക്കില്ല. അനീമിയ ഒക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിതപ്പ് പോലെയൊക്കെ വരും. മനസ്സിലായോ? കിതപ്പൊക്കെ വരും നമുക്ക്. അപ്പം അതൊക്കെ അനീമിയയുടെ ഒരു സിംറ്റം ആണ്. അപ്പൊ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് അഭാവം വരുന്ന സമയത്തും നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. എന്താണ് റേഡിയേഷൻ തെറാപ്പി അല്ലെ? റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി അല്ലെ, കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള തെറാപ്പി, ഇതൊക്കെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ചെയ്യാറുള്ളതാണ് അല്ലെ? ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. ഇത്തരത്തിലുള്ള കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ഒക്കെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, ബ്രൂയിസിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരം ബ്ലീഡിങ്ങിലൂടെ ബ്ലഡ് അല്ലെ, ഇന്റേണൽ ബ്ലീഡിങ് വരുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താവശ്യം വരും? ഈ പറഞ്ഞോളം ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. മനസ്സിലായോ? അതല്ലാതെ തന്നെ കീമോതെറാപ്പി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഒക്കെ വരും. ഹെയർ ലോസ്, നമുക്കറിയാലോ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും അവർക്ക്. അപ്പോ അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ഒക്കെ കുറവായിരിക്കും. അറിയാലോ, വളരെ ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് അവരുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് ആ ഒരു ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, ബ്രൂയിസിങ് ഉണ്ടാവും. അപ്പൊ അത് കുറയ്ക്കാൻ മീൻസ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലിവർ പ്രോബ്ലംസ്. ഞാൻ തുടക്കമേ പറഞ്ഞില്ലേ, ലിവർ പ്രോബ്ലംസ് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്ലാസ്മ കമ്പോണൻസ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് പ്ലാസ്മ കമ്പോണന്റ് അല്ലെങ്കിൽ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ, ദാറ്റ് മീൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ലിവർ പ്രോബ്ലംസ് വരുന്ന ആളുകൾക്ക്, ലിവർ സിറോസിസ്, അതുപോലെ ജോണ്ടൈസ്, ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെയൊക്കെ സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ ആകെ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്തതാണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഒരു ബ്ലഡ് ഡിസോർഡർ നമ്മൾ ഓൾറെഡി കണ്ടു, എന്താണത്? ലുക്കീമിയാണ്. അപ്പൊ അത്തരത്തിൽ വരുന്ന ബ്ലഡ് ഡിസോർഡേഴ്സ്, ലുക്കീമിയ മാത്രമല്ല ഹീമോഫീലിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഹീമോഫീലിയ ഉണ്ട്. അതുപോലെ തന്നെ ലിംഫോമ. ലിംഫോമ എന്നൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ്, പക്ഷെ ഇത് ലിംഫ് ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരം ബ്ലഡ് ഡിസോർഡേഴ്സ് വരുന്ന സമയത്തും പേഷ്യന്റിന്റെ ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. കേട്ടല്ലോ? അപ്പൊ നമ്മൾക്ക് ഇത് ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? സിവിയർ ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ വരുമോ? സിക്കിൾ സെൽ അനീമിയ വരുമോ? നോക്കിയിട്ട് പറയാം കേട്ടോ പൂജ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരം സിറ്റുവേഷനിൽ ആവശ്യം വരും. അടുത്തത്, അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് സർജറി വരുമ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. കാരണം എന്താണ്? ബ്ലഡ് ലോസ് ആവുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഉണ്ട്. ലുക്കീമിയ വരുമ്പോൾ, മറ്റുള്ള എന്താ പറയാ അതർ ഫോംസ് ഓഫ് ക്യാൻസർ, ലിവർ പ്രോബ്ലംസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ഡിസോർഡേഴ്സ് എക്സാമ്പിൾ പറയാമോ? ബ്ലഡ് ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ആണ് മോളെ ലുക്കീമിയ, അതൊരു ബ്ലഡ് ഡിസോർഡർ ആണ്. അതുപോലെ ഹീമോഫീലിയ, ലിംഫോമ, അതുപോലെ അനീമിയം ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. കാരണം എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള RBC കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ, അതും ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. അപ്പോ അത്തരത്തിലുള്ള ബ്ലഡ്, മനസ്സിലായില്ലേ? ലുക്കീമിയ, ഹീമോഫീലിയ, അതുപോലെ ലിംഫോമ, അനീമിയ, ഇതൊക്കെ ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് പറയുന്നത്? ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ? ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇനി കുറച്ച് 2 പോർഷൻ കൂടി ഉള്ളൂ, അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വായിക്കാം. എന്താണ് പറയുന്നത്?
എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക് അല്ലെ, ഒരു മുഴുവൻ ബ്ലഡ് ബാങ്കിന്റെയും തലവൻ അല്ലെ, അതിന് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദി ബ്ലഡ് ബാങ്ക്, ചെക്കിംഗ് എക്സ്പെൻസസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആൻഡ് വർക്കിംഗ് വിത്ത് ഹാൻഡ് പാർട്ടി സർവീസസ്. അവിടെ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഹാൻഡ് അല്ല, ഹാൻഡ് ഒന്ന് വെട്ടണം, തേർഡ് എഴുതിക്കോളൂ കേട്ടോ. തേർഡ് THIRD, തേർഡ് ഇല്ലേ, തേർഡ് പാർട്ടി സർവീസസ് എന്നാണ് കേട്ടോ. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഹാൻഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹാൻഡ് ഒന്ന് വെട്ടിയിട്ട് തേർഡ് എന്നാക്കണം കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ്. എന്താ പറയുന്നത്? ഹി ഓർ ഷീ മീൻസ് ബ്ലഡ് ബാങ്ക് മാനേജർ. ഹി ഓർ ഷീ ആവാം അല്ലെ, മെയിലോ ഫീമെയിലോ ആവാം. അവരെന്തായിരിക്കും? ഇസ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. അതായത് ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ, ദൈനംദിന കാര്യങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ആൾ ആരാണ്? നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, ചെലവുകൾ പരിശോധിക്കുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുന്നു. അതുപോലെ ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. ഹെൽം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിത ചുക്കാൻ പിടിക്കാന്നാണ് അർത്ഥം കേട്ടോ. ഹെൽം എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കാന്ന് പറയില്ല, എല്ലാത്തിനും ചുക്കാൻ പിടിക്കാം. ആ ചുക്കാൻ എന്നുള്ള അർത്ഥമാണ് ഹെൽം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നേതൃത്വം വഹിക്കാം കേട്ടാ. അങ്ങനെയാണ്. ഇനി എന്താണ്? ചെക്കിംഗ് എക്സ്പെൻസസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. അതായത് എന്താണ്? ചെലവുകൾ പരിശോധിക്കുക, അതുപോലെ തന്നെ പരിശോധനകൾ നടത്തുക. തേർഡ് പാർട്ടി സർവീസസ്. ആരാണ് തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറയുന്നത്? ബ്ലഡ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാവാം, ഓർഗനൈസേഷൻസ് ആവാം, ക്ലബുകളായിരിക്കാം, ഡോണർ ആവാം, റെസിപ്പിയന്റ് ആവാം. ഇവരൊക്കെ എന്താണ്? തേർഡ് പാർട്ടി സർവീസസ് ആണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് തേർഡ് പാർട്ടി ആണോ? അതെ പൂജ, തേർഡ് ആണ് കേട്ടോ, ഹാൻഡ് അല്ല കേട്ടോ, ഹാൻഡ് അല്ല. സൂര്യ ഹായ് മാം. ഹായ്. ഇപ്പൊ കയറുന്നുള്ളൂ ക്ലാസ്സിനകത്ത്. കുറച്ച് വൈകാം. കുഴപ്പമില്ല, കുറച്ച് വൈകില്ലേ. ഞാൻ ഇവിടെ ഇരുട്ടത്തിരിക്കാണ്, കറണ്ടുപോയി ഇവിടെ. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. അതായത് ബ്ലഡ് ഡൊണേറ്റിംഗ് ഓർഗനൈസേഷൻസ് ആവാം, ക്ലബുകളാവാം, ഗ്രൂപ്പുകളാവാം, ഡോണർ ആവാം, റെസിപ്പിയന്റ് ആവാം. അപ്പൊ ഇവരൊക്കെ ആയിട്ട് സഹകരിക്കാം. വർക്കിംഗ് വിത്ത് അല്ലെ, അവരുമായിട്ട് വർക്ക് ചെയ്യാൻ മീൻസ് എന്താണ്? അവരൊക്കെ ആയിട്ട് സഹകരിച്ചു പോവാം, അവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, സഹകരിച്ചു പോവാം. അങ്ങനെയുള്ളതൊക്കെ ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. എന്താണ് അക്കൗണ്ടബിൾ മീൻസ്? എന്താണ്? അവരുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഉത്തരവാദിത്വം എന്നാണ് അർത്ഥമാക്കുന്നത്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. ആരാണ് അവിടുത്തെ പേഴ്സണൽസ്? ഉദ്യോഗസ്ഥർ അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളെ അല്ലെ, അവരെ തെരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അവരെ സെലക്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? ഗൈഡിംഗ് ടാസ്ക് അല്ലെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. He or she supervises and leads newly hired staff on the work they do and implement the different rules and regulations of the company. അത് മാത്രമല്ല, പുതിയതായിട്ട് നിയമിക്കപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ട, അവരെ സൂപ്പർവൈസ് ചെയ്യാം അല്ലെ, അവരൊന്ന് മേൽനോട്ടം വഹിക്കുക, അതുപോലെ തന്നെ അവരെ ലീഡ് ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതോടൊപ്പം തന്നെ ഇംപ്ലിമെന്റ് ദ ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ഏതൊരു കമ്പനിക്കും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്ലഡ് ബാങ്കിനും ഉണ്ടാവും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അവയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പാക്കുക, അതെല്ലാം തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താ പറഞ്ഞത്? ട്രെയിനിങ്സ് ആർ ഗിവൺ അല്ലെ, പരിശീലനങ്ങൾ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയതായിട്ട് നിയമിച്ച ആളുകൾക്ക് വേണ്ട പരിശീലനം കൊടുക്കുക, അവരെ മേൽനോട്ടം വഹിക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറിനെയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ. ഹി ആൾസോ ഓവർസീസ് ആൻഡ് ആസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. എന്താ പറയുന്നത്? ഓവർസീസ് ചെയ്യുന്ന വെച്ചാൽ നിരീക്ഷിക്കുക അല്ലെ, അതുപോലെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. അതെ, ശംസീന കറക്റ്റ് ആണ് കേട്ടോ, അവിടെ ഇങ്ങോട്ടാണ്. അതെ.
ഹി ആൾസോ ഓവർസീസ് ആൻഡ് ആസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്. അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളുടെ മൊത്തത്തിലുള്ള ഒരു പ്രകടനത്തിനെ നിരീക്ഷിക്കുക, വിലയിരുത്തുക, അതൊക്കെ ചെയ്യണം. ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ധാരാളം ഫയൽസ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെ, ഡോണർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ആരൊക്കെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വിവരങ്ങൾ അടങ്ങിയ ഡോണർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാസ്റ്റർ റെക്കോർഡ്സ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ആ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് എത്രത്തോളം ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള റെക്കോർഡ്സുകൾ ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇഷ്യൂ രജിസ്റ്റർ ഉണ്ടായിരിക്കും, ആർക്കൊക്കെ നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ആരൊക്കെ എത്ര പ്രാവശ്യം ട്രാൻസ്ഫ്യൂഷൻ എടുക്കുന്നുണ്ട്, എന്തൊക്കെ സാഹചര്യത്തിലാണ് എടുത്തത്, അങ്ങനെ എല്ലാത്തിന്റെയും റെക്കോർഡ്സും ഫയൽസും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഫയൽസ് ആൻഡ് റെക്കോർഡ്സിനെയൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താ പറയുന്നത്? അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing the center programs such as a blood donation month. എന്താ പറയുന്നത്? ഇത്രയും പറഞ്ഞ ആ ഒരു 3 പോയിന്റ്സ് അല്ലേ, മൂന്നല്ല 4 പോയിന്റ്സ് അല്ലെ. 4 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാഫുകൾ മേൽനോട്ടം വഹിക്കാം, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അത് മാത്രമല്ല, അവരെ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്ലഡ് ബാങ്ക് മാനേജർ എന്തും കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണേ? റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാം സച്ച് ആസ് എ ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയാമോ? അപ്പൊ ബ്ലഡ് ഡൊണേഷൻ, വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ June 14 പഠിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ജൂൺ ആണെന്ന്. അല്ല, ജനുവരിയാണ് കേട്ടോ. ഷംസീന കറക്റ്റ് ആണ് മോള് പറഞ്ഞത്. ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരിയാണ് കേട്ടോ, ജനുവരിയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പൊ അത്തരം മാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെന്റർ പ്രോഗ്രാംസുകൾ അല്ലെ. എന്തിനാ നമ്മൾ ഇത്തരത്തിലുള്ള സെന്റർ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കാൻ, ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ജനങ്ങൾക്ക് അല്ലെ. അതായത് ഈ ബ്ലഡ് ഡൊണേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും അവർക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ക്ലിയർ ചെയ്യാനും അവരിലേക്ക് അതിന്റെ ഒരു പ്രാധാന്യം എത്തിക്കാനും ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെന്റർ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത്. പിന്നെ മാത്രമല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന, സ്ഥിരമായിട്ടൊക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കാം, സ്ഥിരമായിട്ട് അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ആളുകളെ സമീപിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരിക, അവരെ ആദരിക്കുക, അവരിലൂടെ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ അത്തരത്തിലുള്ള സെന്റർ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സച്ച് ആസ് എ ബ്ലഡ് ഡൊണേഷൻ മന്ത്. ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി മാസമൊക്കെ ഇപ്പൊ ഇന്നിപ്പോ എല്ലാ ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ഡേയ്ക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ ഡോക്ടർ ഡേ, നേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡേയ്സും ഉണ്ട്. അപ്പൊ ഓരോ ദിവസത്തിനും അതിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. അതെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ക്ലാസ് എല്ലാം അവസാനിപ്പിക്കാനായിട്ട് അവിടെ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം അവിടെ ഭയങ്കര പ്രശ്നമാണ്, പവർ ഫെയിലിയർ ഉണ്ട്, പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നിർത്താണ്, വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. സോറി. ശരി എന്നാ, ഓക്കെ. Thank you.